അപ്പോൾ ഇന്ന് നമ്മൾ മാക്സ് എന്ന് പറഞ്ഞ കന്നഡ മൂവിയുടെ ട്രെയിലർ വന്നിട്ടുണ്ട്. ട്രെയിലർ എന്ന് ഇറങ്ങിയ 2 ദിവസമായി തോന്നല്ലേ? ഇന്നലെ ഇറങ്ങിയത്. ഇന്നലെ ഇറങ്ങിയ ട്രെയിലറാണ്. അപ്പോൾ ഇന്നലെ ഇറങ്ങിയ ട്രെയിലറാണ് ബാദ്ഷാ സുദീപ്, കിച്ചാ സുദീപ്, ബാദ്ഷാ അത് മറ്റേ ഫാൻസുകാര്. സോ നമ്മുടെ കിച്ചാ സുദീപ് അഭിനയിക്കുന്ന ഒരു ആക്ഷൻ പടമാണ് മാക്സ് എന്നാണ് നമുക്ക് ഇതിന്റെ ടീസർ കാണുമ്പോൾ മനസ്സിലാവുന്നത്. സോ നമുക്ക് ട്രെയിലർ കണ്ടു നോക്കാം എന്താ പരിപാടി എന്ന് അറിയാലോ അല്ലേ? അറിയാം. ഇതും പാൻ-ഇന്ത്യൻ പടമാണ്. തമിഴ്, മലയാളം, ഹിന്ദി എല്ലാം ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? സോ ട്രെയിലർ, മാക്സിന്റെ ട്രെയിലർ കാണാം. സുനിലല്ലേ ഡിഫോൾട്ട് വില്ലൻ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഒറ്റ വന്ന് എല്ലാവരെയും രക്ഷിക്കും എന്നാണ് പറയുന്നത്. മറ്റേ പടത്തിന്റെ സൗണ്ട് अर्जुनने तापण बा ബാറ്റ്മാൻ്റെ ഷോട്ട് ഉണ്ട്. ಮ್ಯಾಕ್ಸ್ ಹತ್ರ ಮಾತಾಡ್ತಾ ಇದ್ದೀರಾ? ಮ್ಯಾಕ್ಸಿಮಮ್ ಸೈಲೆನ್ಸ್ ಇರಲಿ. ഡിസംബർ 25 തിയേറ്ററിലേക്ക് വരാൻ പറഞ്ഞു. ഇത് കാണുമ്പം ഒരു രാത്രി പോലീസ് സ്റ്റേഷൻ, കുറേ ഗുണ്ടകൾ അല്ലേ, കൈദി വൈബാണ് മൊത്തത്തിൽ. പിന്നെ കിച്ചാ സുദീപ് ഒറ്റയ്ക്കാണ് ഇത്രയും ഗുണ്ടകളെ അടിച്ച് തോൽപ്പിക്കാൻ പോകുന്നതെന്നാണ് അവർ പറയുന്നത്. പുള്ളിക്ക് അതിനുള്ള കഴിവുണ്ട്, അത് പറ്റുമെന്ന് തോന്നുന്നു കണ്ടിട്ട്. പക്ഷേ അതിൽ ലുക്ക് ആൻഡ് ഫീൽ കുറച്ച് രസമുണ്ട് അല്ലേ? ഈ പുള്ളി നേരത്തെ പടം ചെയ്തിട്ടുണ്ട് വിജയ് കാർത്തികേയ. അറിയില്ല, ഉണ്ടാവാം. അതിൻ്റെ ടൈറ്റിൽ വെച്ചേക്കുന്ന പൊസിഷനിങ് എല്ലാം കണ്ടിട്ട് പുള്ളി അത്യാവശ്യം ചെയ്തിട്ടുണ്ടാവും തോന്നുന്നു. ട്രെയിലർ കുഴപ്പമില്ല, രസമുണ്ട്. ഒരു ആക്ഷൻ പടം കാണാനുള്ള വൈബ് സാധനമാണ്. എന്താവും പരിപാടി നല്ല. പക്ഷേ ഇത് നാളെ കഴിഞ്ഞ് റിലീസിനുള്ള പടത്തിന്റെ ട്രെയിലർ ഇന്നലെയാണ് റിലീസ്. അപ്പോൾ അത് ഹൈപ്പ് കുറയ്ക്കാനുള്ള പരിപാടിയായിരിക്കും. പിന്നെ ടീസർ ആക്ച്വലി നേരത്തെ റിലീസ് ആയിട്ടുണ്ടായിരുന്നു. ഹൈപ്പ് കുറയ്ക്കാൻ ഹൈപ്പില്ലല്ലോ, ഒരു ഓവർ എക്സ്പെക്ടേഷൻ. ഇവിടെ കേരളത്തിൽ അല്ല, അവിടെ കർണാടകയിലൊക്കെ ഹൈപ്പ് കാണും. നമ്മുടെ ഇവിടെ വലിയ അനക്കമില്ലായിരുന്നല്ലോ. ഇപ്പോഴല്ലേ ട്രെയിലർ വന്നപ്പോഴല്ലേ ആൾക്കാർ പതിമൊക്കെ അറിയുന്നത്. ഇവിടെ പുള്ളി അറിയുന്നതും കുറവാണല്ലോ. അല്ല, പുള്ളി അറിയാം ആൾക്കാർക്ക്. മറ്റേ ഈഗയുടെ അതുകൊണ്ടൊക്കെ വിക്രാന്ത് റോണ ഇവിടെ റിലീസ് ആയ പടമല്ലേ? വിക്രാന്ത് റോണ ഇവിടെ അത്യാവശ്യം ഇനിഷ്യലി കുറച്ച് ആള് കയറിയൊരു പടമാണോ? 3D കൂടെ. അതിന്റെ ട്രെയിലറിലുള്ള ഒരു സൗണ്ട് ഇല്ലായിരുന്നു? എന്തായിരുന്നു? അതുപോലെയാണ് ഇത് മറ്റേ ബാബ ബ്ലാക്ക് ഷീപ്പ് പറയുന്ന. അത് പുള്ളിയുടെ സീരിയസ് ആണ്. പുള്ളിയുടെ സ്വരം അങ്ങനെയാണ്. നല്ല ബേസിലൊരു സാധനം അതിനകത്ത് എന്തോ ഉണ്ടായിരുന്നു, ഒരു പഴയ റൈം പറയുന്നു. പക്ഷെ പുള്ളിയുടെ ആറ്റിറ്റ്യൂഡ് ഭയങ്കര. അതെ, പുള്ളി കാണാൻ പുള്ളിയുടെ ലുക്കും പരിപാടിയൊക്കെ ഭയങ്കര. വിക്രാന്ത് റോണയ്ക്കകത്താണെങ്കിലും പുള്ളിക്ക് ഭയങ്കരമായിട്ട് അല്ലേ? എനിക്ക് കുറച്ചുകൂടെ പുള്ളി മറ്റേ ഈ പോലെ കോമഡി വില്ലനില്ലേ, കോമഡി എന്നല്ല എന്നാ കുറച്ചുകൂടെ രസമുള്ള വില്ലൻ ചെയ്യുന്നത്. ഇത് കലിപ്പല്ലേ മൊത്തത്തിൽ കാണുവന്നേ. അവിടുത്തെ ഹീറോ ആണ് പുള്ളി. ഇവിടേക്ക് വന്നു കഴിയുമ്പോൾ പുള്ളിയെ പിടിച്ച് വില്ലനാക്കുന്നതല്ലേ. സുനിൽ ഇപ്പം മലയാളം, തമിഴ്, തെലുങ്ക്, തമിഴ്, മലയാളം, ഇനി കന്നഡ. മലയാളത്തില് ടർബോയില്
പുള്ളി പാൻ ഇന്ത്യൻ സൈഡ് വില്ലൻ. അതെ വില്ലനായിട്ട്, അതായത് ബേസിക്കലി പുള്ളി ഭയങ്കര റൂത്ത്ലെസ് ആയിട്ട് വില്ലനായിട്ട് കാണിച്ചാൽ പോലും പുള്ളിയുടെ ഹ്യൂമർ നമുക്ക് പുള്ളിയെ കാണുമ്പോൾ അത്രയും സീരിയസ് ആയിട്ട് ഫീൽ ചെയ്തില്ല. പുഷ്പയിൽ വരും പുള്ളിക്ക് ഒരു ഹ്യൂമർ സൈഡ് ഉണ്ട്. ആ ഹ്യൂമർ സൈഡ് ഉണ്ട്. അല്ല പുള്ളി മിക്ക പടത്ത് വരുമ്പോഴും പുള്ളിയുടെ വില്ലനാണെങ്കിലും പുള്ളി കുറച്ച് ഹ്യൂമർ ലൈനിലാണ് നമ്മൾ പുള്ളിയെ നമുക്ക് അങ്ങനെ എടുക്കാൻ പറ്റുന്നത്. കാരണം പുള്ളി കുറച്ച് ഈ കൊമേഡിയൻ ആയിരുന്നല്ലോ, പിന്നീട് പുള്ളി നായകനായി പിന്നെ വില്ലനായി വന്നു. അപ്പം അങ്ങനെ അതുകൊണ്ട് പിന്നെ അജനീഷ് ലോകനാണ് മ്യൂസിക് ചെയ്തേക്കുന്നത്, നമ്മുടെ കാന്താര. സോ പരിപാടിയൊക്കെ അത്യാവശ്യം നല്ലതായിരിക്കും. ആക്ച്വലി പുള്ളിയല്ലേ മറ്റേ ലാസ്റ്റ് UI അല്ലേ, UI എന്ന് പറഞ്ഞ പടം ചെയ്തേക്കുന്നത് പുള്ളിയാണ്. അതിന് ഭയങ്കര മിക്സ്ഡ് റെസ്പോൺസ് ആയിരുന്നു അല്ലേ. മറ്റേ ഉപേന്ദ്ര അത് ഇറങ്ങിയായിരുന്നു. ഇറങ്ങി അത് ആക്ച്വലി ചില പറയുന്നത് ഒന്നുകിൽ ഒരാൾക്ക് അത് മാസ്റ്റർ പീസ് ആയിട്ട് തോന്നും, ഇല്ലെങ്കിൽ അതെ മാസ്റ്റർ പീസിന്റെ രണ്ടറ്റം. പുള്ളി ഇപ്പം ചെയ്യുന്ന പടങ്ങളൊക്കെ ആ ഇതാ പഴയ പടങ്ങൾ തന്നെ കുറെ പേര് പറയുന്നത് ഒന്നെങ്കിൽ കൾട്ട് അല്ലെങ്കിൽ എം കൾട്ട്, ഇൻഡസ്ട്രിയെ മാറ്റിമറിച്ച ഡയറക്ടർ എന്ന് പറയുന്നവരുണ്ട്. അതേസമയത്ത് നമുക്കത് ചില സാധനം കണ്ടു കഴിഞ്ഞാൽ ഇതെന്തോന്ന് എന്ന് തോന്നുകയും ചെയ്യും. മലയാളികൾക്ക് അധികം വർക്കാവില്ല എന്നാണ് മെജോറിറ്റി ഓഫ് ആൾക്കാരുടെ റിവ്യൂല്. അവിടെ ഈ പുള്ളി അറിയാവുന്നവർക്ക് പുള്ളി ഇതാണ്. ഇവിടെ എങ്ങനെ മലയാളത്തിൽ ഇറങ്ങിയത്? അല്ലല്ല, തമിഴ് ഡബ്ബ് ഒന്നുണ്ടോ. പുള്ളിയുടെ ഒരു റോബോട്ടിന്റെ ഒരു പടം ഉണ്ടല്ലോ, അത് മറ്റേ നമ്മുടെ കറക്റ്റ് മറ്റേ എന്തിരന്റെ ആ ഒരു ലൈൻ. ഹോളിവുഡ് വർഷങ്ങൾക്ക് മുമ്പ് പുള്ളി ചെയ്തല്ലേ. ഹോളിവുഡ് അല്ലേ, ഹോളിവുഡ് നല്ല വരും കണ്ട. സോ എനിവേ മാക്സ് 25-ാം തീയതി റിലീസാണ്. സോ ക്രിസ്മസ് റിലീസിൽ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അതെ, അവർക്ക് തന്നെ കോൺഫിഡൻസ് കുറവുള്ള പോലെയാണ് തോന്നുന്നത് അല്ലേ. പിന്നെ വലിയ പ്രശ്നമുള്ളതായിട്ടില്ല. ഒരു അല്ല ഇപ്പൊ ഈ റീസെന്റ് ഇറങ്ങിയ കുറെ പടത്തിന് കുറച്ച് അടി കിട്ടിയായിരുന്നു പാനഡി, അതുകൊണ്ടായിരിക്കും അവർ ആ ഒരു ഹൈപ്പ് കുറച്ച്. ക്വാളിറ്റി ഉണ്ട്, പക്ഷെ എന്നാലും ചിലതൊക്കെ വിശ്വാസക്കുറവുള്ള പോലെ ഉണ്ട് അല്ലേ. ചിലപ്പോ ഇനി അത് അതാ പറഞ്ഞു ഇപ്പൊ കുറച്ച് പടങ്ങൾക്ക് അവർ അടി കിട്ടിയില്ല, അതിന്റെ ഒരു മാർട്ടിനെ പോലെ. ശബ്ദമൊന്ന് നിയന്ത്രിച്ചാൽ മതി, വേറെ കുഴപ്പമൊന്നുമില്ല. അല്ല എനിക്ക് അത് കഴിഞ്ഞ് വന്ന രണ്ട് പടങ്ങൾക്കും ഈ വലിയ പടങ്ങൾക്കും ഈ സൗണ്ടിന്റെ കാര്യത്തിൽ ഇപ്പോൾ മാർക്ക് ഉൾപ്പെടെ യൂഎസ് വർക്ക് ചെയ്തപ്പോഴില്ലേ സൗണ്ടൊക്കെ ഭയങ്കര ഇതായിരുന്നു, ഡീസെന്റ് ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടല്ലോ. ഇപ്പൊ പുഷ്പ 2 ചെയ്തപ്പോഴും അവർ അതിൽ നല്ല രീതിയിൽ അത് ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. അറിയില്ല, ഒരു സമാധാനം ഉണ്ടായിരുന്നു അതുകൊണ്ട്. സോ മാക്സ് വരട്ടെ.